Hello friends, welcome to the channel. goodhappenshereajay channel സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു എയർ പ്യൂരിഫയർ ആണ്. ഒരു കാർ എയർ പ്യൂരിഫയർ ആണ്. നമുക്ക് ഇത് വേണമെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ എയർ പ്യൂരിഫയർ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇത് മെയിൻലി ഒരു കാർ എയർ പ്യൂരിഫയർ ആണ്. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് കാർ എയർ പ്യൂരിഫയർ ആണ്. നമ്മൾ ഇതിന് മുമ്പ് കുറച്ച് കാർ എയർ പ്യൂരിഫയർ നമ്മൾ പണ്ടൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. കുറേ ഷാർപ്പിൻ്റെ അതുപോലെ ഗോ മെക്കാനിക്കിൻ്റെ അതിനൊക്കെ എല്ലാത്തിനും ഒരു 3000-ൻ്റെ മുകളിൽ 5000-ൻ്റെ മുകളിലൊക്കെ റേഞ്ചിലായിരുന്നു. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2500-ൻ്റെ താഴെ വരുന്നൊരു ശരിക്കും പറയാം നല്ല ബെസ്റ്റ് റേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എയർ പ്യൂരിഫയർ ആണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിലായാലും തന്നെ നല്ല പൊടിയും നല്ല ഡസ്റ്റ് പൊല്യൂഷൻ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, സ്മോക്ക് പൊല്യൂഷൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഡൽഹിയിൽ മാത്രമൊന്നുമല്ല, നമ്മളെവിടെയും നമ്മുടെ എയർ ക്വാളിറ്റി അത്രയ്ക്ക് അങ്ങോട്ട് കുറഞ്ഞിട്ടില്ലെങ്കിലും പക്ഷേ നല്ല ഇപ്പോൾ അലർജൻസും പോളൻസും കാര്യങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്, ഡസ്റ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ഈ ഏരിയയിലൊക്കെ ഒടുക്കത്തെ പൊടിയെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ പൊടിയാണ്. വെച്ചാൽ എനിക്ക് ഓൾറെഡി ആസ്മയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇത് സീരിയസ് ആവും. നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ കേരളത്തിലും കുറേ പേർക്കും ഒരു മിനിമം പെർസെൻറ്റേജിൻ്റെ മുകളിൽ ആൾക്കാർക്ക് പോലും ആസ്മ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ കാറിലും ഇങ്ങനെ നമ്മുടെ കാറിൽ ഉപയോഗിക്കുന്നതിലും ഭയങ്കര പൊടിയാണ് ഉള്ളിൽ. എങ്ങനെയൊക്കെ എന്ന് മനസ്സിലാവുന്നില്ല, ഫുൾ അടച്ചിട്ടാണെങ്കിൽ. പക്ഷേ ഒരു രക്ഷയിലെന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് സൈഡിലും ഫ്ലാറ്റ് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഇപ്പോൾ നല്ല പൊടിയാണ്. അപ്പോഴാണ് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നോക്കാമെന്ന് വിചാരിച്ചത്. നമ്മളിതിന് മുമ്പ് ഷാർപ്പിൻ്റെ ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് റേഞ്ചിലത്തെ ഒരു ബെസ്റ്റ് സാധനം കേട്ടോ. എന്ന് വെച്ചാൽ ഇതിൽ HEPA ഫിൽറ്റർ 13 വരുന്നൊരു പ്രൊഡക്റ്റാണ്. നമുക്കതിൽ ഫാൻസി ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നെ ഒരു പ്ലസ് പോയിന്റ് തന്നെ ഉണ്ട്. നമുക്കിതിൽ ആരോമതെറാപ്പി ഉപയോഗിക്കാം. എന്തായാലും നമുക്ക് അറിയാമായിരിക്കും കാറിൽ നമ്മൾ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമുക്കിതിൽ നമ്മുടെ എസെൻഷ്യൽ ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്കിതിൽ ഒരു പെർഫ്യൂമിൻ്റെ ഒരു എഫക്റ്റ് കൂടി നമുക്ക് കിട്ടും. ഒരു എയർ പ്യൂരിഫയർ പ്ലസ് ഒരു ആരോമതെറാപ്പി അല്ലെങ്കിൽ ഒരു ഓയിൽ ഡിഫ്യൂസർ വേണമെങ്കിൽ നമുക്ക് രണ്ടുമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ ശരിക്കും ഇതൊരു ഇമ്പോർട്ടഡ് കമ്പനിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അമേരിക്കൻ ബ്രാൻഡാണ്. നമ്മൾ പ്രൊഡക്റ്റ് എന്തെങ്കിലും കാണിച്ചു പറയാൻ പോകുന്നത് റിഫയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ആമസോണിൽ വാങ്ങിയതാണ്. പാക്കേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല, നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് പൊട്ടിക്കാം. അപ്പോൾ ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് മെയിൻ പാക്കേജ്. നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് റിഫയറിൻ്റെ ബ്രാൻഡിങ് കാണുന്നതായിരിക്കും. 2599 2559 സംതിങ് ആയിരുന്നു. പക്ഷേ നമുക്കൊരു 150-200 രൂപ നമുക്ക് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് പോയി വാങ്ങിക്കാം. നമ്മുടെ കാറിൽ വയ്ക്കാൻ ബെസ്റ്റ് സാധനമാണ്. 2 കളറിൽ അവൈലബിളാണ്, ബ്ലാക്കിലും വൈറ്റിലും കേട്ടോ. നമ്മളിത് ബ്ലാക്കാണ് എടുത്തേക്കുന്നത്. ബ്ലാക്ക് തന്നെ വന്നിരിക്കണം വിചാരിക്കാം. നമുക്ക് എന്തെങ്കിലും വെച്ചാൽ വൈറ്റായ ബൺ ബോറാവും, നമുക്ക് പറ്റില്ല. ഇതിൽ പാക്കേജ് ഈസ് ഡിസൈൻഡ് ആൻഡ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്തായാലും ബ്രാൻഡ് എനിക്ക് തോന്നുന്നത് അമേരിക്കൻ ബ്രാൻഡാണെന്ന് തോന്നുന്നുണ്ട്. റിഫയറിന് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. എന്തായാലും നമുക്ക് പോയിട്ട് മൊബൈൽ നോക്കാം നമുക്ക്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ആമസോണിൽ നമ്മൾ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും അതുപോലെ ടോപ്പ് 5 കാറ്റഗറിയിലത്തെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എക്സ്ട്രാ കാശൊന്നും ഇല്ലാണ്ട് തന്നെ ഡയറക്റ്റ് ആമസോണിൽ വാങ്ങിക്കുന്ന പോലെ വാങ്ങിക്കാം. അതുപോലെ തന്നെ നമുക്ക് ചാനലിൽ സപ്പോർട്ടാണ് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽസും ലിങ്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നോക്കി നോക്കുക. നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ റിഫയറിൻ്റെ ബോക്സ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിക്കുന്നത്. നമുക്ക് ആകെ ഫുൾ റാപ്പ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഇതൊരു മെയിൻ ബോക്സ് ആണ് നമുക്ക് അറിയാം. നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. ഈ സൈഡിലായിട്ട് നമ്മുടെ ആമസോണിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൈ ബ്രൗൺ ബോക്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പാക്കേജ് യൂസ്ഡ് ഫോർ ദിസ് ഷിപ്മെൻറ്റ് ഈസ് മെയ്ഡ് വിത്ത് റീസൈക്കിൾ പേപ്പർ ആൻഡ് ഫുള്ളി റീസൈക്കിളബിൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. റിഫയറിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി എന്തായാലും ഇത് കട്ട് ചെയ്ത് നോക്കി നോക്കാം. ഞാൻ എന്തായാലും കട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതിനുള്ളിൽ ഇത് എനിക്ക് തോന്നുന്ന മെയിൻ പാക്കേജിങ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യാണ്. ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. അല്ല കേട്ടോ, മെയിൻ ബോക്സ് അല്ല, അതിൻ്റെ ഉള്ളിൽ വേറെ ബോക്സ് ഉണ്ട്. ഇരട്ടങ്ങോട്ട് നല്ല ടൈറ്റാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്യാം. അത് ആമസോണിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പാക്കേജ് പോലത്തെ സാധനമായിരുന്നു. നമ്മളത് എടുത്തിട്ടുണ്ട്. പക്ഷേ ആമസോണിൻ്റെ മാത്രമല്ല കേട്ടോ, അതൊരു റിഫയറിൻ്റെ പാക്കേജിങ് തന്നെയാണ്. അപ്പോൾ ഈ പാക്കേജ് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. മറ്റേ ഞാൻ വിചാരിച്ചു ഇത്ര ബോറെന്ന്. അപ്പോൾ നമ്മുടെ റിഫയറിൻ്റെ ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സ് എന്തായാലും ആദ്യം പരിചയപ്പെടാം. അപ്പോൾ റിഫയറിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. AX30 എന്ന് മോഡൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് കാർ എയർ പ്യൂരിഫിക്കേഷൻ വേറെ കുറേ ഭാഷയിൽ കൊടുത്തിട്ടുണ്ട്. പ്യൂരിഫിക്കേഷൻ നമുക്ക് ഏത് ഭാഷ എന്നറിയില്ല. ഈ സൈഡിലായിട്ട് പെർഫോമൻസ് ഇഫക്റ്റീവ്ലി റിമൂവ്സ് 99.97 PM 2.5 പാർട്ടിക്കിൾസ്
അലർജൻസ്, ഓഡേഴ്സ്, ഹാംഫുൾ ഗ്യാസസ് ഫ്രം ദ കാർ എന്നതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നോവേറ്റീവ് ഡിസൈൻ ആയിട്ടുള്ള 40% ലാർജർ ഫാൻ സൈസ് വരുന്നുണ്ട് ഇതിൽ. അതൊരു ഹൈലൈറ്റ് ആണ്. നമുക്കിതിൽ ഏറ്റവും വലിയ ഫാൻ ഇപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന കാർ എയർ പ്യൂരിഫയറിൽ ഏറ്റവും വലിയ ഇതില്ല എന്നാണ് പറയുന്നത്. ദാൻ റെഗുലർ കാർ എയർ പ്യൂരിഫയർ ഫോർ എഫിഷ്യൻറ്റ് ഓൾ റൗണ്ട് എയർ സർക്കുലേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കവറേജ് ആണ്. സയൻറ്റിഫിക്കലി ഡിസൈൻഡ് എയർ പ്യൂരിഫയർ വിത്ത് 468 എയർ ഇൻലെറ്റ് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ചുറ്റും നമ്മുടെ എയർ എടുക്കാനുള്ള ഔട്ട്ലെറ്റുകളുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. നോർമലി ബാക്കിയല്ലാത്ത ഏതെങ്കിലും ഒരു സൈഡിൽ അല്ലെങ്കിൽ ടോപ്പിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൽ ഇൻഡിപെൻഡൻ്റ്ലി ടെസ്റ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, ഇൻ്റർനാഷണലി ടെസ്റ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, 1 year വാറണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞു ഫ്രാഗ്രൻസ് ബൈ അരോമ ബഡ്സ്. നമുക്കിതിലൊരു അരോമ ബഡ്സ് ഫ്രീ കിട്ടും, നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കാനും കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ ഉപയോഗിക്കാൻ വേണമെങ്കിൽ അരോമ ഓയിൽ. നമുക്ക് വാട്ട്സ് ഇൻ ദ ബോക്സിൽ 1x എയർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് എ ഫിൽറ്റർ. പിന്നെ ഒരു USB കേബിൾ, യൂസ് ആൻഡ് മാനുവൽ, അരോമ ബഡ്സ് ടാബ്ലറ്റ് ഓർ പാഡ് രണ്ടുണ്ട്. നമുക്ക് ഇതിൽ ഇൻബിൽഡർ പാഡ് തന്നിട്ടുണ്ട്, പിന്നെ ഒരു അരോമ ബഡ്സ് ടാബ്ലറ്റും ഉണ്ട്. നമുക്കത് ഇവരെ തന്നെ ആക്കുന്നുണ്ട്, ഇവരെ തന്നെ ഡയറക്റ്റ് നമുക്ക് വാങ്ങിക്കാനും പറ്റും. നമുക്ക് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ എസെൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാഡിൽ ഒഴിച്ച് കൊടുത്താൽ മതി. വെയിറ്റ് വരുന്നത് 0.24 kg ആണ്. ഇൻപുട്ട് DC 5 watt ആണ്. അതുപോലെ പവർ എടുക്കുന്നത് 0.5 watt എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ കെയർഫുള്ളി ഡിസൈൻഡ് ബൈ റിഫയർ സ്മാർട്ട് അപ്ലയൻസസ്. ഞാൻ പറഞ്ഞില്ല, ഇത് USA ബ്രാൻഡാണ്. ഡിസൈൻഡ് ഇൻ USA, മെയ്ഡ് ഇൻ ചൈനയാണ്. അതേപോലെ അപ്പോൾ ഇപ്പോൾ നമ്മുടെ പാക്കേജിൻ്റെ പുറത്തെ ഡിസൈൻ മെയ്ഡ് ഇൻ ഇന്ത്യയാണ് ഇരിക്കുന്നത്, പക്ഷേ ഇതിൽ മെയ്ഡ് ഇൻ ചൈന ഇരിക്കുന്നതെന്ന് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇമ്പോർട്ടഡ് ആൻഡ് മാർക്കറ്റഡ് ബൈ എന്നൊക്കെ കൊണ്ട് ഇതിലും കൺട്രി ഓഫ് ഒറിജിൻ ചൈന തന്നെയാണ് കൊടുത്തേക്കുന്നത്. MRP കൊടുത്തേക്കുന്നത് 4000 രൂപയാണ്. പക്ഷേ നമുക്കിതിൽ 2500 താഴെ നമുക്ക് കിട്ടുന്നത്. ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് 1 year വാറണ്ടിക്ക് വേണ്ടി നമുക്ക് ഈ സാധനം സ്കാൻ ചെയ്യാൻ വന്നിട്ടുണ്ട്, നമ്മുടെ QR കോഡ്. ഈ സൈഡിലായിട്ട് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ലാർജസ്റ്റ് ഫാൻ ഇൻ സെഗ്മെൻ്റ് ആണ്. ഇത് വൈറ്റും ബ്ലാക്കിൽ അവൈലബിൾ ഉണ്ട്. അരോമതെറാപ്പി ഫംഗ്ഷൻ ഉണ്ട്. ഇതിൽ 3 സ്പീഡ് മോഡ്സ് ഉണ്ട്. ട്രൂ HEPA ഫിൽറ്ററാണ് വരുന്നതിൽ. ആൻറ്റി സ്ക്രാച്ച് ബോഡി കൊടുത്തിട്ടുണ്ട്. ലോ മെയിൻ്റനൻസ് ആണ്. 360 പ്യൂരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. വർക്ക് വിത്ത് USB ആൻഡ് 1 touch ഓപ്പറേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് USB ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെസ്ക്ടോപ്പിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഉപയോഗിക്കാം, നമുക്ക് ഇവിടെ നിന്ന് ഉപയോഗിച്ച് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ടിലും ഏകദേശം വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. പിന്നെ നമുക്കൊരു റിവ്യൂ ആയിട്ട് നമുക്ക് കാറിൽ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഒരു ബ്ലാക്ക് കളർ മോഡലായിരുന്നു. അപ്പോൾ ഞാനിത് പാക്കേജിൽ നിന്ന് എടുക്കാം. ഈ പാക്കേജിന് സീലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു USB കേബിളാണ്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. പിന്നെ നമുക്കൊരു അരോമ ബഡ്സ്, ഇതിൻ്റെ സ്മെല്ല് വരുന്ന ബഡ്സാണ് ഫ്രീ തന്നേക്കുന്നതാണ്. ഇത് നമുക്ക് എക്സ്ട്രാ വരെ വാങ്ങിക്കാനും പറ്റും, പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൽ ഓൾമോസ്റ്റ് അരോമതെറാപ്പി എസെൻഷ്യൽ ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ ആ സാധനമുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ മുകളിൽ തന്നെ ഒരു പാഡ് വെറുതെ കൊടുത്തിട്ടുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ്റെ പോലെ. ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് എടുത്തപ്പോൾ തന്നെ ഫീൽ ചെയ്ത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിപ്പോൾ നമുക്ക് കടച്ചു വയ്ക്കാം. ബോക്സും കൊള്ളാം, ഇഷ്ടപ്പെട്ട ബോക്സ്. ഔട്ടർ ബോക്സ് പൊട്ടിയാണെങ്കിലും ഇന്നർ ബോക്സ് നല്ലതാണ്. അപ്പോൾ ബ്ലാക്ക് കളർ അങ്ങനത്തെ ഒരു നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാലും ഒരു മാറ്റ് ഫിനിഷ് പോലത്തെ ഒരു ഫിനിഷാണ്. എന്ന് വെച്ചാൽ പിയാനോ ഫിനിഷ് അല്ല, ഒരു എന്താ പറയുക, ഭയങ്കര ഒരു അട്രാക്ഷൻ പോലത്തെ ഒരു ലുക്ക് വരുന്നില്ലെങ്കിലും നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു മാറ്റ് ഫിനിഷും പോലത്തെ ഒരു ഫിനിഷാണ്. അത് നല്ലതാണ്. എന്ന് വെച്ചാൽ കോറിലൊന്നും അങ്ങനെ അറിയില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിരിക്കും. പിന്നെ ഫുള്ളി നമുക്ക് ഇൻലെറ്റ് ഔട്ടായിട്ട് നമ്മുടെ എന്താ പറയുക എയർ ഇൻലെറ്റ് വരുന്നുണ്ട്. നല്ല കാര്യമാണ്. നമുക്ക് ഇവിടെ USB കുത്താനുള്ളൊരു പോർട്ട് വരുന്നുണ്ട്. മുകളിൽ സ്വിച്ച് പറഞ്ഞിട്ടുണ്ട്. 3 മോഡ്സ് ഉണ്ട്, നമുക്ക് മുകളിൽ കാണാം. പിന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യാം, അങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഇവിടെ ഫാൻ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ HEPA ഫിൽറ്റർ കാണാം. ഇതാണ് നമ്മുടെ ട്രൂ HEPA ഫിൽറ്റർ. ഇത് HEPA ഫിൽറ്റർ 13 ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ തന്നെ താഴെ കാണാനായിരിക്കും പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ അരോമതെറാപ്പിയുടെ സാധനം വയ്ക്കാനുള്ള ബഡ്സ് വയ്ക്കാനുള്ള ഒരു പോർട്ട്. അതിൽ നമുക്ക് ഞാൻ ഇത് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ഒരു എക്സ്ട്രാ ബഡും ഉണ്ടായിരിക്കും, ഒരു ടാബ്ലറ്റും ഉണ്ടായിരിക്കും. അതിന് നമുക്ക് പാക്കേജിൽ. അപ്പോൾ ഇതാണ് നമുക്ക് എക്സ്ട്രാ ബഡ്. ഇതാണ് നമുക്ക് നമ്മുടെ വേണമെങ്കിൽ എസെൻഷ്യൽ ഓയിൽ ഇതിൽ ഡ്രോപ്പ് ഒഴിച്ചിട്ട് നമുക്ക് അതിൽ വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ഈ ഫ്രീ കിട്ടിയ ഈ ടാബ്ലറ്റ് വേണമെങ്കിൽ ഡയറക്റ്റ് അതിൽ വയ്ക്കാം. ഈ ടാബ്ലറ്റ് നമുക്കിത് എന്തായാലും ഇതിൽ തന്നെ വയ്ക്കാം. എന്തായാലും നമ്മൾ ഈ ടാബ്ലറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇത് ഉപയോഗിക്കുന്നുണ്ടോ. ഞാൻ എന്തായാലും നമ്മുടെ ഇത് ഉപയോഗിക്കാനുള്ള പ്ലാനാണ്. നമ്മുടെ എസെൻഷ്യൽ ഓയിൽ തന്നെ 2-3 ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതിൽ നമുക്കുണ്ട് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. അപ്പോൾ ഇതിലാണ് നമ്മുടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് വരുന്നത്. ഒരു വെബ്സൈറ്റായിട്ടുള്ള www.reffair.com എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിലായിട്ട് നമ്മുടെ വാറണ്ടി ഇൻഫർമേഷനും കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാറണ്ടി അപ്ഗ്രേഡ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബ്രാൻഡുണ്ട്, ലോക്കൽ ബ്രാൻഡൊന്നുമല്ല. റേറ്റ് പറഞ്ഞ് നമ്മൾ ലോക്കൽ ബ്രാൻഡാണെന്ന് വിചാരിക്കേണ്ടതുണ്ട്. റിഫയർ സ്മാർട്ട് അപ്ലയൻസസ് LLC USA ബ്രാൻഡാണത്. 2022 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ
ഇതിൽ വെക്കുകയാണ്. എനിക്ക് ഈ സാധനമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ എസെൻഷ്യൽ ഓയിൽ എക്സ്ട്രാ നമ്മൾ ഈ ടാബ്ലറ്റ് വാങ്ങിക്കാൻ നിൽക്കണ്ടല്ലോ. പിന്നെ നമുക്ക് മെയിനായിട്ട് ഞാൻ കുറേ കാലമായിട്ട് നോക്കി തുടങ്ങിയതാണ് നമ്മുടെ ഒരു കാറിലേക്ക് എയർ പ്യൂരിഫയർ. എന്ന് വെച്ചാൽ നമ്മുടെ ഏത് എയർ പ്യൂരിഫയർ വെച്ചാലും ആദ്യത്തെ 2 മിനിറ്റ് സ്മെല്ല് ഉണ്ടാവുള്ളൂ, പിന്നെ ഒരു സ്മെല്ലും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മുടെ AC വെനിൽ വെക്കുന്നതും ഗോദ്രേജിൻ്റെയും അതിൻ്റെ ഇതൊക്കെ ഭയങ്കര എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ കുറേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മളിത് കണ്ടത്. ഇപ്പോൾ നമുക്ക് 2-in-1 ആയിട്ട് ഉപയോഗിക്കാമല്ലോ. ഇതിൻ്റെ സ്മെല്ല് നമുക്ക് നോക്കി നോക്കാം. ഇത് ലെമൺ ബ്ലോസമാണ് വേണ്ടത്. ലെമൺ ഇതാണ് സ്മെല്ലാണ് വരുന്നത്. ഫ്ലേവറാണ്. നല്ല സ്മെല്ലുണ്ട്. തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെ ഒരു ടാബ്ലറ്റാണ് നമുക്ക് കിട്ടിക്കുന്നത്. നല്ല സ്മെല്ലുണ്ട്. നമുക്ക് എന്തായാലും ഇതിൽ തന്നെ അടച്ചു വയ്ക്കാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തായാലും കാറിൽ വെക്കുന്നില്ല. അപ്പോൾ HEPA ഫിൽറ്റർ നമുക്ക് ഇതിൻ്റെ താഴെ വെക്കാനുള്ള ഒരു ബഡ് വെച്ചിട്ടുള്ള സംഭവം ഇവിടെ കാണിക്കുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ ആ സാധനം അതിൽ ജസ്റ്റ് തന്നെ വെക്കുക. നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ വെക്കാനുള്ള ആ ഹോള് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ ജസ്റ്റ് ഇത് അടയ്ക്കുക വേണ്ട, വേറെ വേണ്ട, വലിയ ടെക്നിക്കലൊന്നും വേണ്ട. ഓക്കെ, ലോക്കായി. ഇത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടെ ഈ USB എത്ര നമുക്ക് നീളുണ്ടെന്ന് നോക്കാം. എനിക്ക് തോന്നുന്ന ഒരു 1 മീറ്ററിൻ്റെ മുകളിലുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ കണ്ടിട്ട്. 1 മീറ്ററിൻ്റെ മുകളിലില്ല, 1 മീറ്ററിനേ ഉള്ളൂ കേട്ടോ. നമുക്ക് പക്ഷേ 1 മീറ്റർ ആവശ്യം മതി. ഇനി എന്താ വെച്ചാൽ കപ്പ് ഹോൾഡറില്ല നമ്മൾ ഇത് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ 1 മീറ്ററൊന്നും ശരിക്കും ആവശ്യമില്ല. നമുക്ക് എന്തായാലും വേണമെങ്കിൽ അത് ആവശ്യമില്ലാത്ത കെട്ടിയിടാം. ഞാൻ എന്തായാലും ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പവർ ബാങ്ക് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കിത് ഓൾറെഡി ഒരു വയറുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു പവർ ബാങ്ക് എടുത്തൊക്കെയാണ്. ഒപ്പോൻ്റെ ഒരു 30 വാട്ടിൻ്റെ പവർ ബാങ്കാണത്. ഇതിൻ്റെ വീഡിയോ കാണാത്തൊരു പോയി കാണുന്നുണ്ട്, നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് OnePlus അല്ലെങ്കിൽ ഒപ്പോ സ്മാർട്ട് ചാർജൊക്കെ ഒരു 30 വാട്ടിൻ്റെ 20 വാട്ടിൻ്റെ പോലുള്ള സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ ഡിവൈസസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഒപ്പോ, വിവോ, OnePlus, അതേപോലെ റിയൽമി, ഇതിനൊക്കെ ഇത് പറ്റും കേട്ടോ. അവരെ സെയിം ടെക്നോളജിയാണ്, സെയിം ബ്രാൻഡാണ്, നിങ്ങൾക്ക് അറിയേണ്ടിയിരിക്കും. അപ്പോൾ ഞാൻ ഇതിൽ കുത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ കുത്തി നോക്കാം. ചെറിയ ചെറിയ ഉറുമ്പുകൾ ഇവിടുന്ന് വരുന്നുണ്ട്. എന്തായാലും നമുക്കിവിടെ ബാക്കിൽ പോർട്ടിൽ കുത്താം. ഇതാ ഞാൻ കുത്തി. അത് ഓണായിട്ടുണ്ടോ? ഇതാ ഓണാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു LED കത്തുന്നത് കാണാം. ഇത് സൈലൻറ്റ് മോഡാണ്, ഫസ്റ്റ് മോഡ്. ഇതിൽ തീരെ സൗണ്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത മോഡിലേക്ക് നോക്കണം. അതിലും തീരെ സൗണ്ടില്ല. ഭയങ്കര ലോ നോയ്സ് തന്നെയാണ്. നമ്മുടെ കമ്പനി പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ലോ നോയ്സ് തന്നെയാണ്. ഹൈ മോഡിലിട്ട് നോക്കിയാൽ അപ്പോൾ ചെറിയൊരു സൗണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നാലും തീരെ സൗണ്ട് കുറവാണ്, ഭയങ്കര സൗണ്ട് കുറവാന്ന് തന്നെ പറയാം. നല്ല ഇൻലെറ്റ് വരുന്നുണ്ട് സൗണ്ട്. നമുക്ക് ചെറുതായിട്ട് ഇതിൽ കൂടെ നമുക്ക് എയർ ഇൻലെറ്റ് പുറത്തേക്കും വരുന്നുണ്ട് കേട്ടോ. ഇതാണല്ലോ, ചെറുതായിട്ട് പുറത്തേക്കും വരുന്നുണ്ട്. അത്ര പവറൊന്നും ഇല്ല. ഇത് പറഞ്ഞു എൻ്റെ ചെറുതായിട്ട്. ഇത് വെച്ചാൽ അത്യാവശ്യം നമ്മുടെ പ്ലാസ്റ്റിക്, നമ്മുടെ കുറച്ചും ഹെവി ആയിട്ടുള്ള പേപ്പറാണ്, അതുകൊണ്ടാണ്. വരുന്നുണ്ട് വർക്ക് ചെയ്യുന്നത് സൂപ്പറായിട്ട്. നമ്മളെന്തായാലും ഇതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എന്തായാലും നമുക്ക് കുറച്ച് ഉപയോഗിച്ചിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഈ ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു നല്ല എയർ പ്യൂരിഫയർ വേറെ കിട്ടാലും നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ റിവ്യൂ ആമസോണിൽ നോക്കിയാൽ തന്നെ കാണായിരിക്കും. നല്ല റിവ്യൂ ഉള്ളതാണ്. പിന്നെ ബ്രാൻഡും നല്ല ഒരു ക്വാളിറ്റി ബ്രാൻഡാണ്, അമേരിക്കൻ ബ്രാൻഡാണ്. അപ്പോൾ ലോക്കൽ സാധനം നല്ല. പിന്നെ നിങ്ങൾക്കിത് മൾട്ടി യൂസിന് ഉപയോഗിക്കാം. എയർ പ്യൂരിഫയർ ആയിട്ട് ഉപയോഗിക്കാം, എയർ ഫ്രഷറായിട്ട് ഉപയോഗിക്കാം. അത് ശരിക്കും ഒരു പ്ലസ് പോയിൻ്റാണ് നമ്മുടെ കാറിലൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ വെച്ചാൽ എല്ലാവർക്കും ഒരു കാറിലൊരു എയർ പ്യൂരിഫയർ ഇപ്പോൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് പുതിയ കാറുകൾക്കൊക്കെ എന്തായാലും വരുന്നുണ്ട് ഇപ്പോൾ. എന്നാലും ബഡ്ജറ്റ് ഒരു 10ൻ്റെ താഴെയൊന്നും വരുന്നില്ല. അതിന് മുകളിൽ മിക്കൽ അതിന് വരുന്നുണ്ട്. സോണറ്റിൽ മാത്രം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ റേഞ്ചിൽ വരുന്നതിൽ. ബാക്കി ഒന്നിലും നമുക്ക് എയർ പ്യൂരിഫയർ ഇപ്പോൾ വരുന്നില്ല ശരിക്കും. അപ്പോൾ മെയിൻ അത്യാവശ്യമുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഈ സാധനം വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ വെച്ച് ഉപയോഗിക്കും ചെയ്യാം. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിലിരുന്ന് കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഉപയോഗിക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയ വന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉണ്ടാലോ. അതുവരെ ബൈ.